ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇന്ന് വന്നിട്ട് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉപ്പുമാവ് വീഡിയോയാണ്. അതായത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മിക്ക വീടുകളിലും ഉപ്പുമാവായിരിക്കും, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നത്. പക്ഷേ എന്താവും, ചിലരുടെ വീട്ടിൽ ചിലരൊട്ടുമേ കഴിക്കില്ല അല്ലേ. അപ്പം നമ്മൾ വൈകിട്ട് അത് വേസ്റ്റാവും, നമ്മളെടുത്ത് കളയും. ഇനി തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പുമാവ് വേസ്റ്റാക്കാതെ നമുക്ക് ഈ രീതിയിൽ ചെയ്തു വെച്ചാൽ കുട്ടികളെല്ലാം കഴിക്കും കേട്ടോ. അതായത് ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന അധികം വന്ന ഉപ്പുമാവാണിത് കേട്ടോ. അപ്പോൾ ആ ഉപ്പുമാവ് അതേപോലെ ഒരു മിക്സിയുടെ ജാറിൽ തട്ടി അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതൊന്ന് അടിച്ചെടുക്കുകയാണേ. അടിച്ചെടുത്ത് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടണം കേട്ടോ. നമുക്കിഷ്ടമുള്ള പൊടി ഇടാം. ചിലർ അരിപ്പൊടി ഇടും, ചിലർ ഗോതമ്പ് പൊടി. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ വെക്കുന്നതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ പാകത്തിന് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഉപ്പ്, അതായത് നമ്മൾ ഉപ്പുമാവിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പുമാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. അപ്പം ഇച്ചിരി കൂടി ഉപ്പ് വേണം, അതായത് മാവൊക്കെ ഇടുന്നതുകൊണ്ട് അതിനൊക്കെ ഒരു ഇച്ചിരി കൂടി ഉപ്പ് വേണം. അതുകൊണ്ട് ഒരു സ്വല്പം ഉപ്പ് ഇട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് പിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ പഞ്ചസാര ഇടണ്ട. സോസ് ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ് അത്. ഞാനിപ്പം കുട്ടികൾക്ക് സോസ് കൂട്ടി കൊടുത്തുകൊണ്ട് ഇതിട്ടില്ല കേട്ടോ, പഞ്ചസാര ഇട്ടില്ല. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതനുസരിച്ച് അതൊന്ന് ആ പൊടികൾ എല്ലായിടത്തും പിടിക്കുമ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ച് വെള്ളം കുടഞ്ഞ് ഒന്നൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് ഏകദേശം നമ്മുടെ ഒരു ചപ്പാത്തി പരുവല്ലേ, ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടതൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മളിതാ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണത്. എനിക്കൊന്ന് ചൂടോടെ നമ്മളത് വറുത്തെടുത്ത് കഴിക്കുമ്പോൾ നല്ല കട്ടിയുണ്ടെങ്കിലും അതൊന്ന് ചെറിയായിട്ട് ആ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പം അത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അതെല്ലാം കുഴച്ചെടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതേപോലെ ഉരുട്ടിയെടുത്ത് ഞാൻ ഇതേപോലെ കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുത്തു. ഉരുട്ടി വേണം നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഉരുട്ടി ഉണ്ടാക്കുന്നതിനെക്കാട്ടി എനിക്ക് ഒന്നുകൂടി തോന്നുന്ന പരത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ആ ആകൃതിയൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്കതനുസരിച്ച് ചെയ്താൽ മതിയേ. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ പാൻ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതൊക്കെ നമ്മുടെ ഓപ്ഷനിലാണ്, ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിതാ പരത്തി വെച്ചിരുന്ന സാധനം നമ്മൾ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാമേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയത് മൊത്തം അത് അപ്പം തന്നെ തിരിഞ്ഞു. ഞാൻ വിചാരിച്ച് ചുമ്മാ ഉണ്ടാക്കി കളയേണ്ടി വരും, പക്ഷേ എല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവർ കഴിച്ചു. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് വൈകിട്ട് വെറുതെ കളയാനെടുത്ത് വെച്ച് ഉപ്പുമാവ് എടുത്ത് വെച്ച് ചെയ്തതാണ് ഞാൻ. അത് വേസ്റ്റായി പോയതുമില്ല, കുട്ടികൾക്കൊക്കെ ഒരു സ്നാക്സുമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ പുട്ടായാലും നമുക്ക് അധികം വരികയാണെങ്കിൽ അതും ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുക. അല്ലെങ്കിൽ പുട്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പൊടി ഇട്ടൊന്ന് കുഴച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ മൊരിച്ചാണെങ്കിലും കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടി ഇട്ട് കുഴച്ചാൽ കട്ട്ലേറ്റായിട്ട് എടുക്കാം. അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുത്താൽ അവരും കഴിക്കും, നമുക്കും കഴിക്കാം. നമ്മൾ എന്തായാലും കാശ് കൊടുക്കാതിരിക്കുന്ന സാധനമല്ലേ, അതൊക്കെ വേസ്റ്റാക്കാതെ നമുക്ക് അത് റീയൂസ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നത് വരെ ബൈ ബൈ. അതേപോലെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.